Good morning students. Today our topic quartile deviation, continuation of measures of dispersion. Previous class നമ്മൾ എടുത്തിരിക്കുന്ന quartile deviation in individual series and quartile deviation in discrete series. Next topic quartile deviation in continuous series. നമുക്ക് quartile deviation കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. Quartile deviation is equal to q3 minus q1 divided by 2. Then interquartile range is equal to q3 minus q1. Coefficient of quartile deviation is equal to q3 minus q1 divided by q3 plus q1. ഇത്രയാണ് അത് ചെയ്യാൻ ഫോർമുലാസ്. ഇനി നമുക്കറിയേണ്ടത് കണ്ടിന്യൂസ് സീരീസിലാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഫോർമുല എഴുതുന്നുണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു q3 മൈനസ് q1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. Then next one is coefficient of quartile deviation. Coefficient of quartile deviation is equal to q3 minus q1 divided by q3 plus q1. Coefficient of quartile deviation. Then interquartile range is equal to interquartile range is equal to q3 minus q1. ഇത്രയും ഫോർമുലാസ് നമുക്കറിയാം ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ച്. ഇനി നമുക്കറിയേണ്ടത് ഇൻ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല തന്നെയാണ്, പക്ഷേ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് q1 അതുപോലെ തന്നെ q1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ q1 ഈസ് ഈക്വൽ ടു L1 plus n by 4 minus cf by f into c. മീഡിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഫോർമുലയിൽ n by 2 എന്ന് പറയുന്നിടത്ത് n by 4 എന്ന് പറയുന്ന ഒരു ചേഞ്ച് മാത്രം വരുത്തുക. അപ്പോൾ q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n by 4 മൈനസ് cf by f into c. ദെൻ നെക്സ്റ്റ് ടൈം q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3 into n by 4 3 into n by 4 minus cf by f into c. നിങ്ങൾക്കറിയാം L1 എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, ദെൻ cf ഈസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രിസീഡിങ് ദ ക്വാർട്ടൈൽ ക്ലാസ്, f ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, c ഈസ് ദ ക്ലാസ് ഇൻ്റർവെൽ. ഇത്രയും അറിയാമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് q1 q3 കണ്ടുപിടിക്കാം. q1 q3 കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷനോ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനോ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചോ കണ്ടുപിടിക്കാം. ദെൻ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇതിൻ്റെ നോട്ട് എടുക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ താഴെ ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n by 4th ഐറ്റം. ആദ്യം ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ എന്തെഴുതും? q1 ഈസ് ഈക്വൽ ടു n by 4th ഐറ്റം ആൻഡ് q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 3 into n by 4th ഐറ്റം. അപ്പോൾ ആദ്യം q1 എന്ന് പറയുന്ന ക്ലാസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ q3 എന്ന് പറയുന്ന, അതായത് ക്വാർട്ടൈൽ 1 q1 കണ്ടുപിടിക്കുന്ന ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യുക? n by 4 എന്ന് പറയുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കി ആ ക്ലാസ് ഫിക്സ് ചെയ്യാം. q3 എന്ന് പറയുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കണം. q3 എന്ന് പറയുന്ന ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ, ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ 3 into n by 4 എന്ന് പറയുന്ന ഫോർമുല ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്ര എഴുതിയിട്ടുണ്ട്. അതിന് താഴെ q1 എന്ന് പറയുന്ന ഈ ഫോർമുല ഉപയോഗിക്കുക. q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n by 4 മൈനസ് cf by f into c. ദെൻ q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3 into n by 4 മൈനസ് cf by f into c. താഴെ L1 ഈസ് ഈക്വൽ ടു, താഴെ നമ്മൾ കൊടുക്കേണ്ടത് L1 ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ L1 ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ആദ്യം ക്വാർട്ടൈൽ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ക്വാർട്ടൈൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? L1 എന്ന് പറയുന്നത്. Therefore L1 ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. Then next one is f is the frequency of the quartile class. Frequency of the quartile class. CF is equal to
cumulative frequency just അതിങ്ങനെ എഴുതിയാൽ മതി. is the cumulative frequency of the preceding class. Cumulative frequency of the preceding class. Preceding class. The next one is C is the class interval. C എന്ന് പറയുന്നത് class interval. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദെൻ പഠിച്ചിരിക്കുന്ന പോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. Quartile deviation is equal to Q3 minus Q1 divided by 2. In coefficient of quartile deviation is equal to Q3 minus Q1 divided by Q3 plus Q1. Interquartile range is equal to Q3 minus Q1. Q1 is equal to Q1 കണ്ടുപിടിക്കണമെങ്കിൽ Q1 is equal to n/4th item എന്ന് പറയുന്നുണ്ട്. The size of n/4th item. Q1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം n/4 എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്നതിൽ n/4 ഏതാണെന്ന് നോക്കണം. n/4 ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണോ നോക്കി അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ് Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF/F ഇൻറ്റു C എന്നുള്ളത്. ദെൻ Q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3 ഇൻറ്റു n/4 മൈനസ് CF/F ഇൻറ്റു C. അപ്പോൾ Q1 ഉം Q3 ഉം കണ്ടുപിടിച്ചു. അപ്പോൾ Q1 കണ്ടുപിടിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാത്ത? L1 ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, F ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, CF ഈസ് ഈക്വൽ ടു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ്, ദെൻ n/4 C ഈസ് ഈക്വൽ ടു ക്ലാസ് ഇൻ്റർവെൽ. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദെൻ നെക്സ്റ്റ് വൺ, next problem. Obtain the quartile measure of dispersion. Obtain the quartile measure of dispersion and its coefficient for the data given below. Obtain the quartile measure of dispersion and its coefficient for the data given below. Then first column age column. അപ്പോൾ find out quartile deviation ട്ടോ. ഇതാണ് നമ്മുടെ find QD. Obtain the quartile measure of dispersion and find QD, quartile deviation, and its coefficient. Find quartile deviation and its coefficient. Datas തന്നിരിക്കുന്നത് first column age column, second column persons, number of persons. ഏജ് കോളത്തിൽ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 and 70 to 80. ഇത്രയും ക്ലാസ്സസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കോളം ഫ്രീക്വൻസി എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് 15, 30, 53, 75, 100, 110, 115, 125 ഫ്രീക്വൻസി. ദെൻ ഇപ്പം നമുക്കറിയേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല ഏതാണെന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല ഇതാണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല കണ്ടുപിടിക്കണം.
ദെൻ ഇതിൽ Q3 Q1 അറിയണം. ആദ്യമായിട്ട് Q1 കണ്ടുപിടിക്കാനായിട്ട് Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ബൈ L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. ഇതാണ് ഫോർമുല. L1 കോമൺ ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ഇൻറ്റു C ഇങ്ങനെ എഴുതാം. അപ്പോൾ അതിൽ ലോവർ ലിമിറ്റ് L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ് ആണ്. അപ്പോൾ ഇത് സൈസ് ഓഫ് Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് n/4 ഐറ്റം. n/4 ഐറ്റം ആണ് സൈസ് ഓഫ് n/4 ഐറ്റം. കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപ് തന്നെ n/4 ഐറ്റം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി അറിയാം. n/4 ഐറ്റം കണ്ടുപിടിക്കുന്നത് ആദ്യം CF കണ്ടുപിടിക്കാം. CF കണ്ടുപിടിക്കുക 15, 45. Then next one is 45 plus 53, that is 98, 173, 273, 383, 4, 9, 8, 6, 2, 3. ഈ തന്നിരിക്കുന്നതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15, 45, 98, 173, 273, 383, 498. അപ്പോൾ 3 കോളംസ് ആണ്. ആദ്യം ക്ലാസ് വൈസ്, ദെൻ ഫ്രീക്വൻസി, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി നമ്മൾ n/4 ഐറ്റം നോക്കണം. n/4 ഐറ്റം എന്ന് പറയുന്നത് n/4 എന്ന് പറയുന്നത് നോക്കാം ഈസ് ഈക്വൽ ടു 623 ഡിവൈഡഡ് ബൈ 4. 623 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നതാണ്. ദെൻ 155.75. അതായത് ഇവിടെ n/4 എന്ന് പറയുന്നത് 155.75. 155 എന്ന് പറയുന്നത് ഇവിടെയാണ് ഉൾപ്പെടുക നോക്കണം. ഇവിടെ 98 വരെയുള്ളതാണ്. അപ്പോൾ 173 എന്ന് പറയുന്ന ക്ലാസ്സാണ് ഏതായിട്ട് എടുക്കുക? Q1 ക്ലാസ് ആയിട്ട് എടുക്കാം. ഇതാണ് Q1 ക്ലാസ്. അപ്പോൾ ആദ്യം Q1 ക്ലാസ് കണ്ടുപിടിക്കണം. Q1 ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ പറയുക, ടോട്ടൽ 623 ഡിവൈഡഡ് ബൈ 4. ഇനി Q3 ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിലോ 3 ഇൻറ്റു n/4 ആണ്. 3 ഇൻറ്റു n/4 എന്ന് പറയുന്നത് 155.75 ഇൻറ്റു 3. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 155.75 ഇൻറ്റു 3. ദെർഫോർ Q3 ക്ലാസ് എന്ന് പറയുന്നത് 467.5. ഫിഫ്ത്ത് ഐറ്റം. നമുക്ക് Q1 ക്ലാസ് അറിയാം, Q3 ക്ലാസ് അറിയാം. അപ്പോൾ Q3 എന്ന് പറയുന്നത് 467 എന്ന് പറയുന്ന ക്ലാസ് ഇവിടെയാണ് ഉൾപ്പെടുക. അപ്പോൾ നമുക്കിതിൽ Q1 ക്ലാസ് കണ്ടുപിടിച്ചു, Q3 ക്ലാസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് Q1 കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിച്ച രീതി ഏതായിരുന്നു? കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ പറയുകയാണെങ്കിൽ coefficient of quartile deviation is equal to Q3 minus Q1 divided by Q3 plus Q1. കണ്ടോ? അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനുമാണ്. ആദ്യം അതിൽ Q1 കണ്ടുപിടിക്കണം. Q1 കണ്ടുപിടിക്കണമെങ്കിൽ n/4 നോക്കി 155.75 എന്ന് പറയുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കി ഞാൻ ഇവിടെ Q1 ക്ലാസ് കണ്ടുപിടിച്ചു. അതേസമയം നമ്മൾ 3 ഇൻറ്റു n/4 ഇട്ട് നോക്കി. 3 ഇൻറ്റു n/4 ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് Q3 ക്ലാസ്സും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു
സി. ദെൻ ഇവിടെ L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 30 and 40 ആണ്. അപ്പോൾ അതിൽ ക്വാർട്ടൈൽ ക്ലാസ് 30 to 40. Therefore L1 is equal to 30. N/4 is equal to 155.75. 155.75. CF is equal to just preceding cumulative frequency of the quartile class. Quartile classൻ്റെ ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിസീഡിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 98 ആണ്. 155.75 മൈനസ് 98 ഡിവൈഡഡ് ബൈ എഫ്. ഈ എഫ് എന്ന് പറയുന്നത് frequency of the quartile class. Frequency of the quartile class, that is 75. Frequency of the quartile class into C. C is equal to class interval, that is 10. Therefore 30 plus 155 minus 75 minus 98 divided by 75 into 10. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 60 പ്ലസ് Q1 is equal to 30 plus 7.7. 30 plus 7.7. Answer is 37.7. Q1 37.7. ഇതേപോലെ തന്നെ നമ്മൾ Q3 കണ്ടുപിടിക്കണം. Q3 കണ്ടുപിടിക്കുമ്പോൾ Q3 is equal to ഫോർമുലയിലെ L1 പ്ലസ് 3 into N/4 minus CF by F into C. അപ്പോൾ then ഇവിടെ Q3 ക്ലാസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. Q3 ക്ലാസ് എന്ന് പറയുന്നത് 3 into N/4 ക്ലാസ് ആണ്. 3 into N/4 എന്ന് പറയുന്നത് 155.75 into 3, that is 467.5 എന്ന് പറയുന്ന ഐറ്റം ഉൾപ്പെടുന്ന ക്ലാസ്. ആ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. 60 to 70 എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദെൻ ഇതാണ് Q3 ക്ലാസ്. ഈ പറയുന്നതാണ് Q3 ക്ലാസ്. Q3 ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 60. ലോവർ ലിമിറ്റ് 60. 3 into N/4 എന്ന് പറയുന്നത് 467.5 മൈനസ് CF ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 383. 383 ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി. എഫ് എന്ന് പറയുന്നത് 115 ഇൻറ്റു 10. Therefore 60 plus 16 plus അതിലെന്താ നോക്കാം നമുക്ക്. 60 plus 7.33. That is 67.33. Then ഇവിടെ നമുക്ക് Q1 കണ്ടുപിടിച്ചു, Q3 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാം. Quartile deviation is equal to Q3 minus Q1 divided by 2. That is equal to Q3 minus Q1 67.33 minus 37.7 divided by 2. Answer is 14.815. അവിടെ Q3 അറിയാം നമുക്ക്, അതേപോലെ Q1 അറിയാം. Q3 എന്ന് പറയുന്നത് 67.33 ആണ്. Q1 എന്ന് പറയുന്നത് 37.7 ആണ്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു
quartile deviation is equal to Q3 minus Q1 divided by 2. That is 67.33 minus 37.7 divided by 2. That is 14.815. Then coefficient of quartile deviation. Coefficient of quartile deviation Q3 minus Q1 divided by Q3 plus Q1. 67.33 minus 37.7 divided by 67.33 plus 37.7. Answer is 0.28. നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ആൻസർ ഏതാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 14.815. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0.28. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലുള്ള ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാമെന്ന് മാത്രം. ഞാനത് മാറ്റിയാണ്. പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കാം. ഇൻ ദ ഫോളോയിങ് ടേബിൾ ദ ഫിഗേഴ്സ് റിലേറ്റിംഗ് ടു ദ വേജസ് ഓഫ് 60 വർക്കേഴ്സ് ഇൻ എ കമ്പനി 60 workers in a company are given. Full stop. Calculate interquartile range, comma, quartile deviation and its coefficient. First column wages column. Wages column 20 to 25, 25 to 30, then 30 to 35, 35 to 40, then 40 to 45. Then next column number of workers 2, 10, 25, 16, 7. എത്രയാണുള്ളത് നമുക്കിതിൽ എഴുതാം. വേജസ് കോളം. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ചെയ്താൽ 3 കാര്യങ്ങളാണ്. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, then interquartile range, find quartile deviation, interquartile range and its coefficient. നമുക്ക് 3 കാര്യങ്ങളാണ്. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇന്റർക്വാർട്ടൈൽ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. തന്നിരിക്കുന്ന ഡാറ്റയിലെ വേജസ് കോളത്തിലെ ക്ലാസ് എഴുതുന്നുണ്ട് ഞാൻ. ക്ലാസ് കോളം 20 to 25, 20 to 25, 25 to 30, 30 to 35, 35 to 40, 40 to 45. 20 to 25, 25 to 30, 30 to 35, 35 to 40, 40 to 45. Then അതിനുശേഷം then next column number of workers എന്ന് പറയുന്നത് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 2, 10, 25, 16, 7. നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 minus Q1 divided by 2. ഇത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2, 12, then നെക്സ്റ്റ് കോളം 37, 53, that is 16. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് 60 ആണ്. അപ്പോൾ ഈ 3 കോളം നോക്കാം. ക്ലാസ് കോളം,
ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദെൻ നമുക്കറിയേണ്ടത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആദ്യം Q1 കണ്ടുപിടിക്കണം. Q1 ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് n/4 ഐറ്റം. സൈസ് ഓഫ് n/4 ഐറ്റം ഏതാണെന്ന് നോക്കിയതിന് ശേഷം n/4 ക്ലാസ് നോക്കണം ആദ്യം. n/4 ഐറ്റം. അതേപോലെ Q3 കണ്ടുപിടിക്കണമെങ്കിൽ 3 × n/4 നോക്കണം. അപ്പോൾ അത് Q3 കണ്ടുപിടിക്കണമെങ്കിൽ Q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/3 × n/4 ഐറ്റം. n/4 ഐറ്റം. അപ്പോൾ n/4 എന്ന് പറയുന്നത് 60/4. 60 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 15th ഐറ്റം. 15th. ദെൻ ഇവിടെ 15 × 3 ദാറ്റ് ഈസ് 45. 45th ഐറ്റം. അല്ല 45. ദെൻ 15 എന്ന് പറയുന്ന ഐറ്റം ഏത് കോളത്തിലാണോ വരുന്നത് നോക്കാം. ദെൻ ആ കോളത്തിന് ആ റോനെ നമ്മൾ എന്ത് പറയുന്നു, ഏത് റോലാണ് വരുന്നത് നോക്കാം, ഏത് ക്ലാസ് ആണോ നോക്കാം. ഇവിടെ 12 വരെ വരുന്നുള്ളൂ. ദെൻ 15 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 30 to 35 എന്ന് പറയുന്ന ക്ലാസ്സാണ്. ദെർഫോർ ഇതിനെ Q1 ക്ലാസ് എന്ന് പറയണം. ഇതിനെ Q1 ക്ലാസ് എന്ന് പറയുന്നു. Q1 ക്ലാസ്സിൽ 30 to 35 എന്ന് പറയുന്നതാണ് Q1 ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ 45 എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ക്ലാസ്സാണ് 45 എന്ന് പറയുന്നത്. ദെൻ ഇതിനെ Q3 ക്ലാസ് എന്നും പറയണം. അപ്പോൾ ആദ്യം നമ്മൾ Q1 ക്ലാസ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ Q3 ക്ലാസ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് Q1 എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിക്കണം. Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. ദറ്റ് ഈസ് L1 ഈസ് ഈക്വൽ ടു 30 പ്ലസ് n/4, ദറ്റ് മീൻസ് n/4 ഈസ് ഈക്വൽ ടു 15 മൈനസ് CF, അതായത് n/4 എന്ന് പറയുന്നത് 15. ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 മൈനസ് എഫ് എന്ന് പറയുന്നത് 25 ഇൻറ്റു C എന്ന് പറയുന്നത് 30 to 35 ആണ്. ദെർഫോർ 5. Q1 ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 30.6. 30.6. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ Q1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയേണ്ടത് Q3 ആണ്. Q3 കണ്ടുപിടിക്കണമെങ്കിൽ Q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3 × n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. L1 എന്ന് പറയുന്നത് 35 ആണ്. 35 പ്ലസ് 3 × n/4 എന്ന് പറയുന്നത് 45 മൈനസ് CF എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ജസ്റ്റ് പ്രിസീഡിങ് ഫ്രീക്വൻസി ദറ്റ് ഈസ് ഈക്വൽ ടു 37. 45 മൈനസ് 37 ഡിവൈഡഡ് ബൈ F. ഡിവൈഡഡ് ബൈ F എന്ന് പറയുന്നത് 16 ഇൻറ്റു C. C ഈസ് ഈക്വൽ ടു ക്ലാസ് ഇൻ്റർവെൽ ദറ്റ് ഈസ് 5. ദെർഫോർ 35. ഫൈനൽ ആൻസർ Q3 ഈസ് ഈക്വൽ ടു 37.5. 37.5. നമുക്ക് തന്നിരിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. Q1 കണ്ടുപിടിച്ചു, അതേസമയം Q3 കണ്ടുപിടിച്ചിട്ടുണ്ട്. Q1ഉം Q3 കണ്ടുപിടിച്ചു. Q1 Q3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ദറ്റ് ഈസ് Q3 മൈനസ് Q3 ദറ്റ് ഈസ് 37.5 മൈനസ് 30.6 divided by 2. Answer is 3.45. 3.45. Then next one is interquartile range. Interquartile range is equal to 37.5
minus 30.6. Answer is 6.9. അപ്പോൾ അതിൽ ക്വാർട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിച്ചു, ഇൻ്റർ ക്വാർട്ടൽ റേഞ്ചും കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയേണ്ടത് കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷനാണ്. കോയിഫിഷ്യൻ്റ് ഓഫ് quartile deviation Q3 minus Q1 divided by Q3 plus Q1. Then final answer എന്ന് പറയുന്നത് ഇവിടെ 37.5 minus 30.6 divided by 37.5 minus plus 30.6. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ 0.101. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ച മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ ക്വാർട്ടൽ ഡീവിയേഷനിൽ നമ്മൾ ഇൻ്റർ ക്വാർട്ടൽ റേഞ്ച് Q3 മൈനസ് Q1 നമുക്ക് ആൻസർ കിട്ടി 6.9. അതേപോലെ തന്നെ ക്വാർട്ടൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 3.45. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0.101. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്വാർട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷനിൽ നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q3 minus Q1 divided by 2. Interquartile range is equal to Q3 minus Q1. Then coefficient of quartile deviation is equal to Q3 minus Q1 divided by Q3 plus Q1. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്, ദെൻ കണ്ടിന്യൂസ് സീരീസ്. ദെൻ Q1 ഇൻ ഇൻഡിവിജ്വൽ സീരീസിലെ അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ ആൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അറേഞ്ച് ചെയ്തതിന് ശേഷം n/4 Q1 ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് n/4 ഐറ്റം. n/4 എന്ന് പറയുന്ന നമ്പർ ഏതാണോ നോക്കുക, ആ ഐറ്റത്തിനെയാണ് നമ്മൾ Q1 എന്ന് പറയുക. 3 × n/4 ഐറ്റം ഈസ് കോൾഡ് ആസ് Q3. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ക്ലാസ്, ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദെൻ അവിടെ നമ്മൾ എഴുതേണ്ട അവിടെ എക്സ് വാല്യൂ, അതായത് n/4 ഐറ്റം. Q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/4 ഐറ്റം. n/4 ഡിനോട്ടഡ് എക്സ് വാല്യൂ ഏതാണോ അതാണ് അവിടെ Q1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ എക്സ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ 3 × n/4 ഐറ്റം ഏതാണോ അതാണ് Q3 എന്ന് പറയുന്നത്. അപ്പോൾ Q1ഉം അതേസമയം Q3 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു. Q1ഉം Q3യും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കും. പിന്നെ കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. Q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3 × n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. അപ്പോൾ Q1 Q3 കണ്ടുപിടിക്കുക. ഈ ഫോർമുലയിൽ ഏത് സീരീസിലാണെങ്കിലും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കവിടെ ചില എക്സസൈസ് പ്രോബ്ലംസ് കൂടെ ചെയ്യാനുള്ളൂ. The next one is എക്സസൈസ് പ്രോബ്ലത്തിലെ എക്സസൈസ് ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഫൈൻഡ് ക്വാർട്ടൽ ഡീവിയേഷൻ ആൻഡ് interquartile range. Find quartile deviation and interquartile range of the following series. Then first column, age column 0 to 20, 20 to 40, 40 to 60, 60 to 80 and 80 to 100. Second column, number of persons. Then 4, 10,
15, 20 and 11. 4, 10, 15, 20, 11. Then fourth next question. Find quartile deviation and coefficient of quartile deviation for the data. Find quartile deviation and coefficient of quartile deviation for the data. First column, size column, 10 to 19, then 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79, 80 to 89. The next column, frequency, 5, 8, 17, 29, 30, 20, 10, 1. Then express the equation, express the question in the exclusive form. ഇപ്പോൾ തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് ഫോമിലാണ്, അതായത് 10 to 19, 20 to 29, 30 to 39 എന്നൊക്കെ പറയുന്നത് ഇൻക്ലൂസീവ് സീരീസ് ആണ്. ഈ ഇൻക്ലൂസീവ് സീരീസിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റി എഴുതണം. എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുകയും അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുകയും ചെയ്യാം. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യാം, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യാം. The next question, find an appropriate measure of dispersion. Find an appropriate measure of dispersion for the following data. First column, size column, up to 5, then 5 to 10, 10 to 15, 15 to 20, 20 to 25, over 25. The next column, frequency. Frequency le 57, 256, 132, 25, 10, 12. അല്ലെ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേഷൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹിൻഡ് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്നത്. Then last question, find quartile deviation and its coefficient. Then first column, wages, below 5, below 10, below 15, below 20, below 25, below 30. ഇതിനെ ക്ലാസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. ബിലോ 5, ബിലോ 10, ബിലോ 15, ബിലോ 20, ബിലോ 25, ബിലോ 30. നെക്സ്റ്റ് കോളം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4, 10, 13, 21, 33, 40. ഇങ്ങനെ നമ്മളത് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 1, 2, 3, 4 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നതിന് ബിലോ 5 എന്ന് പറയുമ്പോൾ 0 to 5 എന്ന് കൊടുക്കേണ്ടി വരും. ദെൻ നെക്സ്റ്റ് നമ്മൾ 5 to 10 എന്ന് പറയണം. 5 to 10, 10 to 15, 15 to 20, 20 to 25 ആൻഡ് 25 to 30 ആയിരിക്കും ക്ലാസ്സിനെ മാറ്റണം. ക്ലാസ്സിനെ മാറ്റുമ്പോൾ ഫ്രീക്വൻസി ഒപ്പം മാറും. ബിലോ 5 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ബിലോ 10 എന്ന് പറയുന്നിടത്ത് നമ്മൾ ക്ലാസ് മാറ്റി 5 to 10 ആക്കി. അപ്പോൾ ദെൻ അവിടെ 10 - 4 6 മാത്രമേ ഒബ്സർവേഷൻ അവിടെ ഉണ്ടാവുള്ളൂ. ദെൻ നെക്സ്റ്റ് 13 - 10 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും അവിടുത്തെ ഒബ്സർവേഷൻ. ദെൻ 21 - 13 എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ്. 33 - 21, 40 - 33. ഓരോന്ന് നെക്സ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് മൈനസ് എഴുതിയിട്ട് ക്ലാസ് നിങ്ങൾ ഫോം ചെയ്യണം. അതാണ് അതിലൊരു സംശയമുള്ളൂ. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ വേണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ബിലോ 5 എന്ന് പറയുന്നതിന് ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബിലോ 5 എന്ന് പറയുന്നത് ഇനി അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിന് ബിലോ 5 ഇങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. ബിലോ 5, ബിലോ 10, ദെൻ അതുപോലെ തന്നെ ബിലോ 20, ബിലോ 25, ബിലോ 30 ഇങ്ങനെ തന്നിരിക്കുന്നത്. ദെൻ ഫ്രീക്വൻസീസ് തന്നിരിക്കുന്നത്
4, 10, 13, 21, 33, 15, 20, 25, 30. Then 4, 10, 13, 21, 33, 40. Then frequency ആയി. Then ഇതിനെ ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി എഴുതുമ്പോൾ ക്ലാസ് ആക്കിയിട്ട് ഇതിനെ മാറ്റണം എന്നുള്ളതാണ്. ഇതിനെ ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ബിലോ 5 എന്ന് പറയുന്നത് 0 to 5 ആയിട്ട് എഴുതുക. ഇവിടെ 5 to 10 ആക്കി എഴുതുക. Then 10 to 15, 15 to 20, 20 to 25. And 25 to 30, 25 to ഇങ്ങനെയല്ലേ, അതായത് ബിലോ 25, 21, 33, 40, 30 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലാസ്സിൽ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 ആൻഡ് ബിലോ 25 to 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഒബ്സർവേഷൻ 4 ആണ്. 0 to 5 എന്ന് പറയുന്നിടത്ത് ഒബ്സർവേഷൻ 4 കറക്റ്റാണ്. ഇവിടെ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ 10 - 4 ഇടണം, 6 ആണ് വരിക. ഇവിടെ ഒബ്സർവേഷൻ 13 - 10 ആണ്, 3. 21 - 13, 8. 33 - 21, 12 ആണ് വരിക. അതിനിവിടെ 40 - 33, 7. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനെ ഇത്തരത്തിൽ റീഅറേഞ്ച് ചെയ്യണം. ക്ലാസ് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. Then frequencies 4, 6, 3, 8, 12, 7. ഇങ്ങനെ ഈ തന്നിരിക്കുന്ന ക്ലാസ്സിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ എക്സസൈസ് പ്രോബ്ലംസൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.